ഈ പവർ ഓഫ് തിരുവനന്തപുരം എന്നുള്ള ആ ഒരു കോൺക്ലേവോട് എന്താണ്? പവർ ഓഫ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ആ, ആ, ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു സിറ്റിയാണ്. അതായത് നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ തന്നെ ഒരു ഡെവലപ്മെൻറ്റിന് താങ്ങ് കൊടുത്തിട്ടുള്ളൊരു സിറ്റിയാണ് ട്രിവാൻഡ്രം. അപ്പോൾ ഇവിടെ ഒരുപാട് യൂത്ത് ഉണ്ട്. അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനാണെങ്കിലും പുറത്തു പോകേണ്ട ഒരു ഗതികേടിലാണ്. അതുമാത്രമല്ല, ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ആദ്യത്തെ വേൾഡിലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ടെക്നോ പാർക്ക് വന്ന ഒരു സിറ്റിയാണ്. അതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് ട്രിവാൻഡ്രത്ത് ഇതുവരെ വന്നിട്ടില്ല. കാരണം നമ്മളിപ്പം പുറത്തോട്ട് ആൾക്കാരെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ചേഞ്ച് വരും. നമുക്ക് പുറത്തുള്ള ആൾക്കാരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനേക്കാളും ഉപരിയായിട്ട് അവർ തനിയെ കേട്ടറിഞ്ഞ് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു വരുന്ന ഒരു സിറ്റിയാണ്. കാരണം ബാംഗ്ലൂർ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ബാംഗ്ലൂർ ആൾക്കാർ അങ്ങോട്ട് പോകാൻ മനസ്സിൽ ഒരു ആഗ്രഹമുള്ള സിറ്റിയാണ്. പക്ഷെ അങ്ങനെയല്ല. ട്രിവാൻഡ്രം എന്ന് കേൾക്കുമ്പം ഞാൻ HR ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി HR ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ പല ആൾക്കാരെ നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോഴാണെങ്കിൽ പോലും അവർക്കൊന്നും ട്രിവാൻഡ്രം എന്നൊരു സിറ്റി കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ആ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമുക്കിവിടെ കൂടുതൽ ഇൻഡസ്ട്രി കൊണ്ടുവരണം, കൂടുതൽ മൾട്ടിനാഷണൽ കമ്പനീസ് കൊണ്ടുവരണം. അങ്ങനെയൊക്കെ വന്നാലേ വേൾഡിൽ ട്രിവാൻഡ്രം എന്ന് പറയുന്ന സിറ്റി അറിയപ്പെടും. നമുക്ക് 15 വർഷമായിട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള വർഷങ്ങളിൽ ഇവിടെ ഇരുന്ന പൊളിറ്റിക്കൽ ബേസ് ആയിട്ടുള്ള ആൾക്കാർ അതിന് ആത്മാർത്ഥമായിട്ടൊരു ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വിഷമകരമായ ഒരു കാര്യം. അപ്പം അതിനൊരു ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് നമുക്ക് ഈ ഇലക്ഷൻ കൊണ്ട് ഡിസൈഡ് ചെയ്യേണ്ടത്. അതിന് ആണ് ഈ ടെക് കോൺക്ലേവ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് മെയിനായിട്ട്. അതെ, അതെ. കാരണം രാജീവ് ചന്ദ്രശേഖർ തികച്ചും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ. കാരണം അദ്ദേഹം വർഷങ്ങളായിട്ട് ടെക്നോളജി പരമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ഇൻവെസ്റ്ററാണ്. അദ്ദേഹം പറയുന്നത് ചെയ്ത് കാണിച്ചു കൊടുത്ത് ചരിത്രമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ട്രിവാൻഡ്രത്ത് വന്നാൽ അതിൻ്റെതായ മാറ്റം തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്തിലെ ജനങ്ങൾക്കുണ്ടാകും. ഞാൻ ടെക്നോളജിയാണ്, ഞാനൊരു ടെക്കിയാണെന്നൊക്കെ പറഞ്ഞാലും മോറോവർ ഞാനൊരു മനുഷ്യനാണ്. അപ്പോൾ ആ ട്രിവാൻഡ്രം നേറ്റീവാണ്. ആ നേറ്റീവ് എന്ന നിലയ്ക്ക് എനിക്ക് ട്രിവാൻഡ്രത്ത് കാണേണ്ട ഒരു ചേഞ്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഒരു ഡെവലപ്മെൻറ്റ് ട്രിവാൻഡ്രം ഇപ്പോഴും നമ്മൾ സിറ്റി കൂടെ പോയാൽ രാജാവിൻ്റെ കാലത്തുള്ള നിർമ്മിതികളാണ് പലതും കാണുന്നത്. പുതിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു ട്വിൻ സിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ വളരെ ബെസ്റ്റായിരുന്നു. പക്ഷേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള വിൽ പവർ പണ്ടുള്ള ആൾക്കാർക്കില്ലായിരുന്നു. അതിനൊരു ചേഞ്ച് വരുത്താൻ അത്രയും ആപ്റ്റായിട്ടുള്ള അത്രയും വിൽ പവറുള്ള ഒരു കാൻഡിഡേറ്റ് നമുക്ക് വേണം. അദ്ദേഹം തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖറാണ്. കൂടാതെ അദ്ദേഹം മന്ത്രിസഭയിൽ ഉള്ളൊരു മിനിസ്റ്റർ ആയിരുന്നതുകൊണ്ട് ഇനിയും മിനിസ്റ്റർ ആവട്ടെ എന്നൊരു ആശംസയോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മിനിസ്റ്റർ ആവുകയാണെങ്കിൽ ആ ഒരു പവറും കൂടെ ഉപയോഗിച്ച് ട്രിവാൻഡ്രം എന്നൊരു സിറ്റി ബാംഗ്ലൂർ പോലെ അല്ലെങ്കിൽ ഹൈദരാബാദ് പോലെ അല്ലെങ്കിൽ ഗുഡ്ഗാവ് പോലെ ഏറ്റവും ആൾക്കാർ വന്ന് വർക്ക് ചെയ്യാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സിറ്റി ആയിട്ട് മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നാണ് വിശ്വാസം. താങ്ക് യു സോ മച്ച്. നമസ്തേ, എൻ്റെ പേര് സൂരജ്. ഞാനിവിടെ സീഡാക് എന്നൊരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ വരുന്ന ഇലക്ഷനിൽ ചില കൺസേൺസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കേസിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ സിറ്റി എന്ന് പറയുന്നത് തമ്പാനൂർ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പം നമ്മുടെ CM ഒക്കെ പുറത്ത് പോയിട്ട് വേറെ കൺട്രീസിൻ്റെ മോഡലൊക്കെ നോക്കിയിട്ട് അതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടപ്പിൽ വന്നായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെ അതൊരു സ്റ്റേണായിട്ട് അതിനൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാൾ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു MP ആയിട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രതീക്ഷിക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് നമ്മുടെ ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞാൻ. എൻ്റെ ഡൊമൈൻ IT ഡൊമൈനാണ്. അപ്പം ആ ഡൊമൈനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ടെക്നോ പാർക്ക് ക്യാമ്പസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ട്രിവാൻഡ്രത്താണ്. അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഹൈദരാബാദിലും ബാംഗ്ലൂരൊക്കെ എസ്റ്റാബ്ലിഷ് ആയത്. പക്ഷേ അവരുടെ ഒരു ഗ്രോത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഫാർ ബിഹൈൻഡാണ്. എനിക്കാണ് ഒത്തിരി പുറകിലാണ് നമ്മൾ ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. അപ്പം അതിലെന്തോ ഒരു പോളിസി ഡിസിഷൻ്റെയോ ഒത്തിരി ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ ബൂസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഗ്ലോബൽ മാപ്പിൽ നമ്മുടെ ടെക്നോ പാർക്ക് ക്യാമ്പസ് ഒക്കെ ഉയർന്നു വരുമെന്നൊരു പ്രതീക്ഷിക്കുന്നു. അതിന് ഐ ഫീൽ ബെറ്റർ ടു എലക്ട് രാജീവ് ചന്ദ്രശേഖർ. സോ ഐ വിൽ വോട്ട് ഫോർ ചേഞ്ച്. അതായത് തിരുവനന്തപുരത്തെ എഞ്ചിനീയേഴ്സും
അങ്ങനെ ഭാരത് ടെക് എന്ന് പറയുന്ന എഞ്ചിനീയർമാരുടെ ഒരു സംഘടനയുണ്ട്. അവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിനകത്തൊരു ഇൻവിറ്റേഷൻ കിട്ടിയാണ് ഞാനും ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോഴാണ് തിരുവനന്തപുരത്തിന്റെ വികസനമാണ് അവരുടെ അജണ്ട. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സ്വാഭാവികമായും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാർ തൊഴിലവസരം തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറ്റം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെ അവസരങ്ങളില്ലാത്തത് കൊണ്ട്, നല്ല സ്ഥാപനങ്ങളില്ല, വലിയ വലിയ നമ്മളുടെ ചെറുപ്പക്കാർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള അവർക്ക് തൊഴിലെടുക്കാനുള്ള അവസരങ്ങൾ കേരളത്തിൽ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായി അവർ തൊഴിൽ തേടി കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും ഒക്കെ പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരോട് കൂടിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തെ കുറെ എഞ്ചിനീയർമാരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ചെറുപ്പക്കാര് സംസ്ഥാനം വിട്ടു പോകുന്നതിന് എന്തു ചെയ്യാൻ പറ്റും, അതിന് എന്താണ് ഒരു പരിഹാരം, ഇതേപറ്റി ചർച്ച ചെയ്യലാണ് ഈ പരിപാടിയുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ശക്തമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നോക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർ സാർ വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ട്രിവാൻഡ്രത്തിന് വലിയൊരു മാറ്റത്തിന് തന്നെ അത് കാരണമായേക്കുമോ? തീർച്ചയായിട്ടും ഇത്തവണ തിരുവനന്തപുരം ചരിത്രം കുറിക്കുമെന്ന് തന്നെയാണ് നമ്മൾ തോന്നുന്നത്. കാരണം തിരുവനന്തപുരത്തിൽ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള ഒരു സ്വീകാര്യത BJP മുൻപോട്ടേക്ക് വെക്കുന്ന ആശയങ്ങൾക്ക് അല്ലെ BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും, കൃത്യമായ രീതിയിൽ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കടന്നു ചെല്ലാൻ പറ്റാത്ത ഏരിയകളിൽ പോലും കടന്നു ചെല്ലാൻ തക്ക സ്വീകാര്യത ഇന്ന് BJPയുടെ ആശയങ്ങൾക്ക് BJPയുടെ സ്ഥാനാർത്ഥിക്കും കിട്ടുന്നുണ്ട്. അപ്പൊ അത് തന്നെ വലിയൊരു ശുഭസൂചനയാണ്. എന്തായാലും തിരുവനന്തപുരത്ത് ഒരു മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ്. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആവശ്യമാണത്. കാരണം കഴിഞ്ഞ ഇപ്പൊ ഈ MP-യുടെ കാലഘട്ടം പറഞ്ഞാൽ 15 വർഷമായിട്ടത്തെ MP-യായിട്ട് തുടരുകയാണ്. തിരുവനന്തപുരത്തിന് പറയത്തക്ക ഒന്നും കിട്ടിയിട്ടില്ല. തിരുവനന്തപുരത്ത് ഇന്നും ഒരു ചെറിയ മഴ പെയ്താൽ വെള്ളക്കെട്ടാണ്, ഗതാഗത കുരുക്കാണ്, മാലിന്യ പ്രശ്നമാണ്. തിരുവനന്തപുരത്ത് തൊഴിലെടുക്കാനുള്ള സംവിധാനമില്ല. എന്തിന് ഒരു എൻട്രൻസ്, അതായത് എൻട്രൻസിലുള്ള ഒരു സെന്റർ പോലും ഇന്ന് തിരുവനന്തപുരത്ത് ഇല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ അത്തരത്തിൽ തിരുവനന്തപുരം ഇന്ന് ഇല്ലായ്മകൾ കൊണ്ട് വീർപ്പുമുട്ടുക. അപ്പൊ അതിന് ഒരു പരിഹാരവും കാണാൻ MP-ക്ക് സാധിച്ചിട്ടില്ല, സംസ്ഥാനം ഭരിച്ചവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായ കാലഘട്ടം മുതൽ CPM ആണ് ഭരിക്കുന്നത്. പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു സംവിധാനം ഇല്ലെന്ന് നമുക്കറിയാം. തിരുവനന്തപുരത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്ത ഏകദേശം 1400 കോടിയുടെ രൂപയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി. ആ സ്മാർട്ട് സിറ്റി പദ്ധതി പോലും കൃത്യമായി പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി ദുരിതങ്ങൾക്കിടയിലാണ് തിരുവനന്തപുരത്തിന്റെ ജീവിതം. ഇപ്പൊ നമുക്ക് കേന്ദ്ര സർക്കാർ നൽകിയ ഒരു വിഴിഞ്ഞം തുറമുഖമാകട്ടെ, ഇപ്പൊ അന്താരാഷ്ട്ര വിമാനത്താവളം അടക്കുന്ന വികസനമാകട്ടെ, ഇതൊന്നും വളരെ പെട്ടെന്ന് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്, തിരുവനന്തപുരത്തിന് വേണ്ടത്, പാർലമെന്റിൽ പോയിട്ട് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പോയി ഗോഗോ വിളിക്കുന്നവരെയല്ല നമുക്ക് വേണ്ടത്. പാർലമെന്റില് ജനാധിപത്യത്തെ അപഹസിച്ചുകൊണ്ട് ബില്ലുകൾ കീറി എറിയുന്ന MP-മാരെ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നരേന്ദ്രമോദിക്കൊപ്പം ക്യാബിനറ്റിൽ ഇരുന്ന് ഈ തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രിയാണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ദാഹം അല്ലെങ്കിൽ വലിയൊരു മാറ്റത്തിലുള്ള ആഗ്രഹം എല്ലാ ജനങ്ങൾക്കിടയിലും കാണുന്നുണ്ട്. അത് BJPയെ തുണയ്ക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പവർ ഓഫ് ട്രിവാൻഡ്രം കോൺക്ലേവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ആ മാറ്റത്തിന് കാരണക്കാരാവുന്നത് യുവജനതയാണ്. അപ്പോൾ അവർക്ക് എന്ത് പറയാനുണ്ട് എന്നത് കേൾക്കാൻ വലിയ ആകാംക്ഷയുണ്ട്. അവരായിരിക്കും ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. ഇത്രയും വലിയ ഒരു എന്താ പറയുക, തിരുവനന്തപുരത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് യുവാക്കൾ ഇവിടെ എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പം ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ ജി, അദ്ദേഹത്തിൽ ഈ നാടിന് വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ ഈ നാട്ടിലെ യുവജനതയും പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നാണ് ഇവിടെ ഈ കാണുന്ന ഈ ഒരു തിരക്കും ഈ ഒരു ബഹളവും ഈ വലിയ ഒരു ജനക്കൂട്ടവും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. തീർച്ചയായും അവരുടെ സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിന്റെ ജനപ്രതിനിധിയായിട്ട് മാറാൻ അത് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരനെ അങ്ങേയറ്റം സഹായിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഇന്നിവിടെ സംസാരിക്കുന്ന ഓരോരുത്തർക്കും ഈ നാട്ടിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകും. ആ കാഴ്ചപ്പാടിന് അതെങ്ങനെ ക്രിയാത്മകമായിട്ട് പ്രവൃത്തിപഥത്തിൽ എത്തിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സന്ദേശം ഇവിടെ വന്നിട്ടുള്ള ഈ യുവജനതയ്ക്ക് കൊടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ട്രിവാൻഡ്രം കേരളത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. പക്ഷെ ആ ക്യാപിറ്റൽ സിറ്റിക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ ക്യാപിറ്റൽ സിറ്റിക്ക് അനുസൃതമായിട്ടുള്ള വളർച്ചയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കാണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുമില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ ട്രിവാൻഡ്രം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ IT നഗരമായിട്ട് മാറിയ ഒരു സിറ്റിയാണ്. പക്ഷേ ഇന്ന് IT നഗരങ്ങളുടെ റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ 18ാം സ്ഥാനത്തെന്തുകൊണ്ട് ട്രിവാൻഡ്രം നിൽക്കുന്നത്.
അപ്പൊ കഴിഞ്ഞ ഒരു 2-3 പതിറ്റാണ്ടിനിടയിൽ തിരുവനന്തപുരത്തിന് ഉണ്ടാകേണ്ടുന്ന ആ ഒരു വളർച്ചയുണ്ടല്ലോ, സ്വാഭാവികമായി ഉണ്ടാകേണ്ടുന്ന വളർച്ച, ആ വളർച്ച നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ തന്നെ ഏതാണ്ട് പകുതി കാലം 15 കൊല്ലം ഈ ജില്ലയെ റെപ്രസെന്റ് ചെയ്ത് ശശി തരൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തെ MP ആയിട്ട് തിരുവനന്തപുരംകാർ തിരഞ്ഞെടുത്ത് അയക്കുന്നത്. അതിൽ 2 തവണ അദ്ദേഹത്തിന് 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷവും നൽകിയാണ് അദ്ദേഹത്തെ അയക്കുന്നത്. പക്ഷേ എന്ത് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് പ്രൊഡക്റ്റീവായിട്ട് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. കുറച്ച് ഹൈമാസ് ലൈറ്റുകൾക്ക് അപ്പുറത്തേക്ക് ശശി തരൂർ എന്ത് വികസനം ഇവിടെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓൺ കോൺട്രിബ്യൂഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇപ്പൊ അദ്ദേഹം വിഴിഞ്ഞം പോർട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ വന്ദേ ഭാരത് കൊണ്ടുവന്നു എന്ന് പറയും, അല്ലെങ്കിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, ഇവിടെ എറണാകുളം ഡെവലപ്പ് ആയിട്ടുണ്ട്, കൊല്ലം ഡെവലപ്പ് ആയിട്ടുണ്ട്, കേരളത്തിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഡെവലപ്പ് ആകുന്നുണ്ട്. കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് വ്യക്തമായ ഒരു കാഴ്ചപ്പാടിന്റെ പുറത്ത് നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടുവരുന്നതാണ്. അതിനപ്പുറത്തേക്ക് സ്വന്തം നിലയ്ക്ക് താൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് എ ബിഗ് സീറോ. അപ്പോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കോൺക്ലേവിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കാരണം വളരെ യങ് ബ്രെയിൻസ് ആണ് ഇവിടെ വരുന്നത്, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബ്രെയിൻസ് ആണ് ഇവിടെ വരുന്നത്. അവിടെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് പോലൊരു കാര്യം നടക്കുകയാണ്. അവർ പരസ്പരം ഡിസ്കസ് ചെയ്യാണ്, ഐഡിയാസ് ഡിസ്കസ് ചെയ്യുകയാണ്. കാരണം തിരുവനന്തപുരത്തിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച IT നഗരമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിനു കൂടി വേണ്ടിയിട്ടാകണം ഇത്തവണ നമ്മുടെ വോട്ട് എന്നുള്ളതാണ്. നമ്മുടെ കോൺക്ലേവിനെ കുറിച്ച് ഇപ്പൊ നടക്കുന്ന നമ്മുടെ വികസനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുന്നിൽ കാണുന്നത്. നമ്മുടെ ഈ കോൺക്ലേവ് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? മാം, നമ്മുടെ ട്രിവാൻഡ്രത്തിനെ സംബന്ധിച്ചോളം ഡെവലപ്മെന്റ് ഒരു കീ ആസ്പെക്ട് ആണ്. ആ ഡെവലപ്മെന്റിനകത്ത് ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടുള്ളതും എഞ്ചിനീയേഴ്സിന്റെ വലിയ റോളുണ്ട്. നമ്മൾ എവിടെ നോക്കിയാലും എഞ്ചിനീയേഴ്സ് ആണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ ആർക്കിടെക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു എഞ്ചിനീയേഴ്സിന്റെ ഒരു കോൺക്ലേവ് ആണ് ഇവിടെ നടക്കുന്നത്. ട്രിവാൻഡ്രത്തിലുള്ള എഞ്ചിനീയേഴ്സ് എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മ തിരുവനന്തപുരത്തെ ഒരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവരാണ് എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ അവർക്കായിട്ടുള്ള വിഷൻ ഉണ്ട്, അവരുടേതായിട്ടുള്ള ടാലന്റ് ഉണ്ട്, ആൻഡ് അവരുടെ ആസ്പിറേഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് വന്ന ഒരു കൂട്ടായ്മയാണ്. ഇതൊരു നമ്മളൊരു ഇലക്ഷന്റെ മാത്രമല്ല, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് വരും. സോ ദാറ്റ് ഇൻ ഫ്യൂച്ചർ ലൈക്ക് മൈൻഡഡ് ആയിട്ട് ട്രിവാൻഡ്രത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ചിന്തിക്കുന്നതും പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും കൂടെ വന്ന ഒരു കൂട്ടായ്മയാണ്. ഓഫ് കോഴ്സ് ഇലക്ഷൻ ഈസ് വൺ ഓഫ് ദ ട്രിഗേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഡെഫിനറ്റ്ലി നോട്ട് ദി എൻഡ് സ്റ്റേറ്റ്. നമ്മുടെ ഈ ട്രിവാൻഡ്രം പോകുന്നത് നമ്മുടെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അതും വലിയ വലിയ നേതാക്കളാണ് ഇത്തവണ മത്സരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ. കാരണം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ കാര്യവും നമുക്ക് അറിയാം. അപ്പൊ നമ്മുടെ കേരളത്തിൽ വന്ന് നമ്മുടെ തിരുവനന്തപുരത്തിന് വേണ്ടി മത്സരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ അതിനകത്ത് പറയാനുള്ളത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജി പറഞ്ഞൊരു കാര്യമാണ്, യഹി സമയ സഹി സമയം. അതായത് ഇതാണ് സമയം, ഇതാണ് കറക്റ്റ് സമയം എന്നുള്ളത്. അപ്പൊ ഇതേപോലുള്ള ഒരു കാൻഡിഡേറ്റ്, ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി പോലുള്ള ഒരു കാൻഡിഡേറ്റ്, നമുക്കറിയാം അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്. ഒരു ടെക്നോക്രാറ്റ് ആയിരുന്നു, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പ്രവൃത്തിയിലൂടെയാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആരെങ്കിലും സർനെയിം കൊണ്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും അല്ല അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മോദിജി സർക്കാരിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു സഹമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ച് IT ഫീൽഡിലായാലും ശരി, മറ്റ് സ്കിൽ ഡെവലപ്മെന്റ് മന്ത്രാലയത്തിലായാലും അദ്ദേഹം ധാരാളം അവിടെ പെർഫോമൻസിന്റെ ബേസിലാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനെ ജയിപ്പിക്കുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആവശ്യമല്ല. ഹി ഡസന്റ് ഹാവ് ടു ഗെറ്റ് എലക്ടഡ് ആൻഡ് പ്രൂവ് ഹിംസെൽഫ്. അത് അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. ഇത് തിരുവനന്തപുരത്തിന്റെ ആവശ്യമാണ് അദ്ദേഹത്തിനെ ജയിപ്പിക്കുക എന്നുള്ളത്. ബിക്കോസ് ട്രിവാൻഡ്രത്ത് ഒരു രാജീവ് ചന്ദ്രശേഖർ ജിയെ പോലുള്ള ഒരു വ്യക്തി ജയിക്കുകയാണെങ്കിൽ എഡ്യൂക്കേറ്റഡ്, ടെക്നോക്രാറ്റ്, സെൽഫ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യാൻ അറിയാവുന്ന, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെൻട്രലിൽ എന്തായാലും NDA സർക്കാർ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. പ്രൈം മിനിസ്റ്റർ മോദിജിയുടെ തന്നെയാണ് വരാമെന്ന് എല്ലാവരും എഗ്രി ചെയ്യുന്നവർ. അങ്ങനെയുള്ള ഒരു ടൈമിൽ നമുക്ക് ആവശ്യം നമ്മളെ വോയിസ് ആ ഗവൺമെന്റിന്റെ ഭാഗമാകുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മളൊരു ഓപ്പോസിഷനിൽ ഇരുന്നിട്ട് വെറുതെ ഒരു ബെഞ്ചിൽ വാക്കൗട്ടൊക്കെ നടത്തി അതിനല്ല നമ്മളെ ആളുകളുടെ ആസ്പിറേഷൻസ്. ഇന്ന് നമ്മൾ അവിടെ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ അതിന്റെ ഭാഗമാവാനാണ് നമ്മൾ ശ്രമിക്കുന്നുള്ളത്. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തിന്റെ ഞാൻ പല സ്ഥലത്തും പോയി കണ്ടിട്ടുള്ള ട്രിവാൻഡ്രത്ത് ഒരു ചേഞ്ച് വേണമെന്ന് എല്ലാവരും ഓൾമോസ്റ്റ് അവരുടെ മനസ്സിനകത്തുണ്ട്. അപ്പൊ ആ ചേഞ്ച് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയിലൂടെ വരുമ്പം അത് ട്രിവാൻഡ്രത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്ഥലത്തും അതിന്റെ ഒരു ഗുണം വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. Vote for change. I will not say for any party, just vote for change. It is high time Kerala and Trivandrum realize where we are, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ച് മനസ്സിൽ ജസ്റ്റ് വോട്ട് ഫോർ ചേഞ്ച് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ്.
നമസ്കാരം, എൻ്റെ പേര് വിജയകുമാർ എന്നാണ്. ഞാനിവിടെ ഒരു റിസർച്ച് കമ്പനി നടത്തുന്നതാണ്, ഒരു സ്റ്റാർട്ടപ്പാണ്. ഈ ഒരു എൻക്ലേവ് നമ്മളുടെ സംസ്ഥാനത്തിനെയോ നമ്മുടെ തലസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും തന്നെ തിരുവനന്തപുരത്തെ പ്രമുഖന്മാരായിട്ടുള്ള വ്യവസായികളോ ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കൾ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ആഗ്രഹം കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഇവിടെ ഒന്നും നടക്കാതെ പോയത് നമ്മൾ മാറ്റി ചിന്തിക്കാനുള്ള സമയമായി. അതിന് പുതിയൊരു നേതൃത്വം വേണം. ആ നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ എന്ന മഹത്തായിട്ടുള്ള ആ വ്യക്തിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ നിലയിൽ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് തിരുവനന്തപുരത്തിനെ രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ തിരുവനന്തപുരം ഇന്ന് ഒരുപാട് പുറകിലാണ്. നമുക്കിവിടെ നല്ലൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല. അതുപോലെ തന്നെ ഈ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. ആകെ ഉള്ളത് നമ്മുടെ ഹൈവേ വികസനമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവരുടെ ഒരു ഇപ്പം മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം നടന്ന കുറച്ച് വികസനങ്ങളാണ്. അതിനപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ഈ കാലത്തിൽ നമുക്ക് കാര്യമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെല്ലാം പുറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിലൊരു മാറ്റം വരണം. നമ്മളിവിടെ മത്സരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റും നല്ലൊരു ആൾക്കാരാണ്, 3 പേരും കഴിവുള്ളവരാണ്. പക്ഷെ അവർക്കൊക്കെ നമ്മളൊരു അവസരം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നല്ലൊരു വിഷനുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയ ആളാണ്. ബിസിനസ് ആണെങ്കിലും എന്റർപ്രണർഷിപ്പ് ആണെങ്കിലും അങ്ങനെ പൊളിറ്റീഷ്യൻ ആണെങ്കിലും എല്ലാം പ്രൂൺ മാനാണ്. സോ ഇപ്പം തിരുവനന്തപുരത്തിന് ആവശ്യമുള്ള ഒരു ആള് രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ആളാണ്. സോ ഹോപ്പ്ഫുള്ളി ദിസ് ടൈം ലോട്ടസ് വിൽ ബൂം. നമസ്കാരം, എൻ്റെ പേര് ഹരീഷ് മോഹൻ. ഞാൻ ടെക്നോ പാർക്കിൽ പെർഫോമാറ്റിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി നടത്തുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട്. ഭാരത് ടെക് ഫൗണ്ടേഷൻ്റെ ഈ ഒരു ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഈവൻറ്റ് അറ്റൻഡ് ചെയ്യാനും കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ട്രിവാൻഡ്രത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പുതിയ ഐഡിയാസ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടു. ശ്രീധർ വെമ്പുവിനെ പോലെ കഴിവ് തെളിയിച്ച ഒരുപാട് വ്യക്തികൾ ഇവിടെ ഈ പരിപാടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നുമൊക്കെ നമുക്ക് നല്ല നിർദ്ദേശങ്ങളും നല്ല ഐഡിയാസും ഒക്കെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീധർ വെമ്പ് പറയുന്ന പോലെ തിരുവനന്തപുരത്തിന്റെ വികസനം എന്ന് പറയുന്നത് സദേൺ ഇന്ത്യയുടെ എസ്പെഷ്യലി സദേൺ തമിഴ്നാടും ഡിസ്ട്രിക്ട്സിന്റെ എല്ലാം കൂടി വികസനത്തുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ട് പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ട് ഇനിയും ഒരുപാട് വികസിക്കേണ്ടതുണ്ട്. വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊന്നും ഇതുവരെയും പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല എന്ന് പറയാം. അതുപോലെ തന്നെ ടെക്നോളജിയുടെ രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ടെക്നോ പാർക്ക് ആണെങ്കിലും അതിനുശേഷം IT രംഗത്ത് ഇന്ത്യയിൽ വന്ന വളർച്ച നമുക്ക് ആ രീതിയിൽ നമുക്ക് അതിൻ്റെ പങ്ക് പറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത ഒരു വേവ് എന്ന് പറയുന്നത് ഈ സെമി കണ്ടക്ടർ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ മേഖലകളിൽ ഒരുപാട് പുതിയ അവസരങ്ങളുണ്ട്. അപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ക്യാമ്പയിനിൽ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള പുതിയ അവസരങ്ങളിലാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരുപാട് ഐഡിയാസ് ഈ ക്യാമ്പയിനോടുനീളം കേൾക്കാൻ കഴിഞ്ഞു. സോ അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു നല്ല മാറ്റങ്ങൾക്കായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഇലക്ഷൻ ഞാൻ കാണുന്നത്. തിരുവനന്തപുരത്തെ നല്ലവരായ ജനങ്ങൾ ഈ ഒരു അവസരം സമൃദ്ധമായി വിനിയോഗിക്കുമെന്ന് ഞാൻ കരുതുന്നു. നന്ദി. I'm so happy that I could attend this event. Even the other day I could come over here. Yes, Trivandrum needs a change, and everybody is realizing it is even more great, and people are coming forward to speak openly on that. That is the first and foremost change that I have seen. Once that change has come in, you have mentally accepted it, then why not? There is going to be a change, isn't it? Yes. That's it. Well, we have been seeing the past 15 years what has been happening to Trivandrum. I born and brought up in Trivandrum. Of course, I will love Trivandrum to prosper more. Doesn't mean that Kochi or other locations in Kerala shouldn't. But the importance of the capital city, it has to have that unique spot as the capital city of the state. So yes, Vinyam Port has come, but there is more to it, right? So let us see. So why not we vote for that change? Give them an opportunity for 5 years and then see that. Okay, thank you so much. എൻ്റെ പേര് രാജീവ് എന്നാണ്. ഞാനൊരു സ്റ്റാർട്ടപ്പ് നടത്താണ്.
ഇപ്പം നമുക്കിവിടെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ടെക്നോ പാർക്ക് ഏറ്റവും ആദ്യത്തെ ടെക് പാർക്കാണെങ്കിൽ പോലും അതിനുശേഷം പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് ഒന്നും നടന്നിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കണക്ടിവിറ്റി പ്രോപ്പറായിട്ടില്ല, റോഡ്സ് എല്ലാം പൊളിഞ്ഞു കിടക്കാണ്. മൊത്തം ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ചേഞ്ച് വരണം, അല്ലെങ്കിൽ മൊത്തത്തിലൊരു സിറ്റിയുടെ ഡെവലപ്മെന്റ് വരണമെങ്കിൽ ഒരു പുതിയൊരു ഒരു റെപ്രസെൻറ്റേറ്റീവ് വേണം. അതുകൊണ്ട് തന്നെയാണ് പ്രാവശ്യം ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് ദീപലക്ഷ്മി. ഇപ്പോൾ ഈ വരുന്ന ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ സ്ലോഗൻ തന്നെ, രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ലോഗൻ തന്നെ ഇനി കാര്യം നടക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം അദ്ദേഹം വന്നാൽ കാര്യം നടക്കുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ. തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ നടക്കാത്തതുണ്ട്, അത് നടക്കുമായിരിക്കും എന്ന് വിശ്വസിക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് വികസനം. ട്രിവാൻഡ്രം ഇനിയും വികസനത്തിലെത്തണം. ഇന്നത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ പങ്കും നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യയിൽ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ നമ്മുടെ ട്രിവാൻഡ്രത്തിന് വേണ്ടി എത്തുമ്പോൾ എന്താണ് പറയുന്നത്? ട്രിവാൻഡ്രത്തിന്റെ പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഒരു എങ്ങനെയാണ് ഗ്രാസ് റൂട്ട്സ് ലെവലിൽ തന്നെ നമുക്കത് തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ അതിൻ്റെതായൊരു എന്താണ് പോളിസിയും ആ ഒരു പോളിസി മേക്കിങ്ങിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്താൽ നമുക്ക് വികസനം ഉണ്ടാവാം, പോളിസിയെ കുറിച്ചുള്ള ഒരു ഐഡിയാസ് ഉള്ള ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട് നല്ല പോളിസികൾ വരട്ടെ, അത് ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവട്ടെ. ഇംപ്ലിമെന്റേഷൻ മാത്രം പോരാ, അതിന്റെ ഒരു ഇവാലുവേഷൻ ഉണ്ടായാലും അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനെക്കുറിച്ച് ഒരു ഇവാലുവേറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നു എല്ലാം ഭംഗിയായിട്ട് നടക്കുള്ളൂ എന്ന്. അപ്പോൾ ഒരു വോട്ട് ഫോർ ചേഞ്ച് അതൊരു അത്യാവശ്യമാണ് തോന്നുന്നു. നമുക്കൊരു മാറ്റം എപ്പോഴും ഉള്ളതിനും ഒരു ചെറിയൊരു മാറ്റം നമുക്ക് വേണം. താങ്ക് യു സോ മച്ച്.